ആലുവയിൽ കൊല്ലപ്പെട്ട 5 വയസ്സുകാരിക്ക് കണ്ണീരോടെ വിട നൽകിയിരിക്കുകയാണ് നാട്. ദുഃഖവും രോഷവും നിസ്സഹായതയും തളം കെട്ടി നിന്ന അന്തരീക്ഷത്തിൽ തകർന്ന മനസ്സോടെ ജനക്കൂട്ടം പിഞ്ചുകുഞ്ഞിന് ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങുന്നത് നീറുന്ന നൊമ്പരമായി മാറി. കീഴ്മാട് പഞ്ചായത്ത് ശ്മശാനത്തിൽ അവളിനി അവസാന ഉറക്കത്തിലേക്ക്. കുട്ടി പഠിച്ച തായ്ക്കാട്ടുകര സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു. അതിവൈകാരിക നിമിഷങ്ങളായിരുന്നു അവിടെ നടന്നതെല്ലാം. ഒരു നാട് മുഴുവൻ 5 വയസ്സുകാരിക്ക് സംഭവിച്ച ദുരന്തത്തിൽ വിങ്ങിപ്പൊട്ടി. അധ്യാപകരും രക്ഷിതാക്കളും കൂട്ടുകാരും വിതുമ്പിക്കൊണ്ടാണ് അവൾക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ആംബുലൻസ് കടന്നുപോയ വഴിയരികിലും ആളുകൾ ആ പെൺകുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ കാത്തുനിന്നു. അലമുറയിട്ട് കരയുന്ന അമ്മയും വിതുമ്പി നിൽക്കുന്ന അച്ഛനും ചേച്ചിക്ക് എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയോ പോലും ചെയ്യാതെ നിൽക്കുന്ന സഹോദരങ്ങളും കണ്ണീർ കാഴ്ചയായി മാറി. നാനാ ദിക്കുകളിൽ നിന്നായി ആയിരങ്ങളാണ് കുട്ടി പഠിച്ച സ്കൂളിലേക്ക് ആ കുരുന്നിൻ്റെ മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത്. 10:45 ആലുവ കീഴ്മാട് ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. 5 വയസ്സുകാരിയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും വിവിധ രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടെ വൻ ജനാവലി സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ഒട്ടേറെ കുട്ടികളും അവരുടെ പ്രിയ കൂട്ടുകാരിക്ക് വിട പറയാനെത്തി. കേരളം ആ കുടുംബത്തിനോട് മാപ്പ് പറയുകയാണ്. മക്കളെ പഠിപ്പിക്കാനായും നല്ല ജീവിതം സ്വപ്നം കണ്ടും കേരളത്തിലെത്തിയതായിരുന്നു ആ കുടുംബം. ജോലിക്കായി കേരളത്തിലേക്ക് വരുമ്പോൾ ഭാര്യയെയും മക്കളെയും കൂടെ കൂട്ടിയത് നല്ല ജീവിതം സ്വപ്നം കണ്ടാണ്. പക്ഷേ 5 വയസ്സുകാരിയോട് സമൂഹം കാട്ടിയത് പൊറുക്കാനാകാത്ത തെറ്റാണ്. മദ്യത്തിനടിമയായ ക്രിമിനൽ ആ കുട്ടിയെയും കൊണ്ടുപോയിട്ടും ആരും തടഞ്ഞില്ല. സംശയം തോന്നിയവർ പോലും പിറകെ പോയില്ല. പരാതി കിട്ടിയിട്ടും പോലീസും ഒന്നും ചെയ്തില്ല. ആ അന്വേഷണം അവസാനിച്ചത് ആ കുട്ടിയുടെ മൃതദേഹം കിട്ടിയപ്പോഴാണ്. മണിപ്പൂരിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ അതിവേഗം പ്രതികരിക്കുന്നവർ പോലും ഈ ക്രൂരത കണ്ടില്ലെന്ന് നടിക്കുകയാണ്. എന്തായാലും പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണിപ്പോൾ. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. സാക്ഷര കേരളം എന്ന് നമ്മൾ കൊട്ടിഘോഷിച്ച് നടക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇനിയെങ്കിലും ഇത്തരം ക്രൂരകൃത്യങ്ങൾ നടക്കാതിരിക്കട്ടെ.